വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം പി.കെ. ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്, ജനതാ പാൽ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. വർണ്ണാഭമായ ചടങ്ങുകളോടെ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം നടന്നു. ബാൻഡ് മേളവും മുത്തുക്കുടകളുമായി നവാഗതരായ കുട്ടികളെ സ്കൂളിലേക്ക് ആനയിച്ചു. മുൻ കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി പി.കെ. ശ്രീമതി ടീച്ചർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെല്ലാം ഇന്നത്തെ ഉത്സവത്തിന് ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിൽ എല്ലാ സ്ഥലത്തുമായി തന്നെ കറങ്ങി നടക്കുകയാണ്. നമുക്ക് കുറേ 2 മാസത്തിന് ശേഷം സ്കൂളിലേക്ക് ഒന്നിച്ച് വരുമ്പോൾ തങ്ങളുടെ എല്ലാ കൂട്ടുകാരെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സന്ദർഭമാണ്. ക്ലാസ് റൂമിൽ എല്ലാ രീതികളും തന്നെ കുട്ടികൾ സ്വാതന്ത്ര്യത്തോടെ നല്ല രീതിയിൽ ആത്മാർത്ഥിക്കാനുള്ള PTA പ്രസിഡന്റ് N. രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനായി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ TP സമീര ടീച്ചർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ C. ജയ, നഗരസഭാ കൗൺസിലർമാരായ E. ഭാസ്കരൻ, E. കരുണാകരൻ, T. ദാക്ഷായണി, അജീഷ് ആന്റണി, KV ജ്യോതി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക V. ദീപ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി PV സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിന് അനുവദിച്ച മോഡൽ ഇൻക്ലൂസീവ് ക്ലാസ് മുറിയുടെ ഉദ്ഘാടനവും ശ്രീമതി ടീച്ചർ നിർവഹിച്ചു. തുടർന്ന് പ്രശസ്ത മജീഷ്യൻ പത്മരാജ് അവതരിപ്പിച്ച മാജിക് ഷോയും പൃഥ്വിനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, വെള്ളൂർ. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്, ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.